ഇന്ന് നാം ആണ്ടുവട്ടത്തിലെ 17-ാം ഞായറിൽ പ്രവേശിക്കുന്നു. ആദ്യ ഫലം കൊണ്ടുണ്ടാക്കിയ അപ്പത്തിൽ നിന്നും 100-ൽ പരം ആളുകൾ ഭക്ഷിച്ച ശേഷം മിച്ചം വന്നത് ഏലിയ പ്രവാചകന്റെ കാലത്ത് നടന്ന അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതമായി 2 രാജാക്കന്മാർ 4:42-44 വിവരിക്കുന്നു. തടവിലായിരിക്കുമ്പോഴും കർത്താവിൽ ഐക്യപ്പെട്ടു ജീവിക്കുന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ നാം കണ്ടുമുട്ടുന്നു. തന്നെ ശ്രവിച്ച ഒരു വലിയ ജനസഞ്ചയത്തെ 5 ബാർലിയപ്പവും 2 മീനും കൊണ്ട് തീറ്റിപ്പോറ്റുന്ന ക്രിസ്തുവിനെ വിശുദ്ധ യോഹന്നാൻ 6:1-15 നാം ധ്യാനിക്കുന്നു. ഇന്നത്തെ 3 വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് ആർക്കും തന്നെ ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്നും കുറവ് ഉണ്ടാകുകയില്ല. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുവാൻ നമുക്കാർക്കും സാധ്യവുമല്ല താനും. എങ്കിലും നമ്മുടെ ജീവിതങ്ങളിൽ എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകുമ്പോൾ നാം മറ്റുള്ളവരെ പഴിക്കുകയും അവരും ഇവരും വഴിയാണ് ഈ തെറ്റുകൾ അല്ലെങ്കിൽ ഈ നാശനഷ്ടങ്ങൾ നമുക്ക് വന്നത് എന്ന് നാം പരാതിപ്പെടുകയും ചെയ്തു പോകുന്നു. ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ തടവിലായിരിക്കുമ്പോഴും വേദനയിലായിരിക്കുമ്പോഴും ബുദ്ധിമുട്ടിലായിരിക്കുമ്പോഴും രോഗം പീഡകൾ എന്തു തന്നെ ആകട്ടെ ഒക്കെ ആയിരിക്കുമ്പോഴും ദൈവത്തെ പ്രഘോഷിക്കുവാൻ ദൈവത്തിൽ ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ഒരു ക്രൈസ്തവൻ എപ്പോഴും ശ്രമിക്കും. ദൈവം തന്നെ ശ്രവിച്ച ജനങ്ങൾക്ക് പട്ടിണി അല്ല നൽകുക, അവർക്ക് അവരുടെ ആവശ്യം അറിഞ്ഞ് വിശപ്പടക്കുന്നു. ദൈവം മനുഷ്യനായി അവതരിച്ചത് തന്നെ മനുഷ്യൻ്റെ വിശപ്പടക്കുവാൻ അപ്പമായി മാറിക്കൊണ്ടാണ്. നമ്മുടെ ആത്മീയ വിശപ്പടക്കുവാൻ ക്രിസ്തു അപ്പമായി മാറി ദിവ്യകാരുണ്യത്തിൽ വാഴുന്നത് നാം എല്ലാ ദിവസവും ഉൾക്കൊള്ളുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം എല്ലാവരും മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ ഫലം കർത്താവിന് അർപ്പിച്ച മനുഷ്യരെ പോലെ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം നൽകിയ കൃപകൾ എണ്ണി അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നൽകുന്ന അവസരങ്ങൾ ദൈവത്തിൻ്റെ ചിന്തയോടുകൂടെ ദൈവഭക്തിയിലും വിശ്വാസത്തിലും വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശപ്പടക്കുവാൻ, മറ്റുള്ളവരുടെ വിശപ്പിന് എന്തെങ്കിലും നൽകുവാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കാം.